ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ, തെളിവുകളില്ലാത്തതിനാൽ ആളുകൾ ദൈവത്തെ നിരസിക്കുന്നില്ല. പക്ഷേ അവർ ഭയപ്പെടുന്നതുകൊണ്ടാണോ? വെളിച്ചം വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്നു. സത്യമെന്തെങ്കിലും വെളിപ്പെടുത്തുമെന്ന്. മറഞ്ഞിരിക്കുന്ന എന്തോ, പരിഹരിക്കപ്പെടാത്ത എന്തോ, നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത എന്തോ. ഒരുപക്ഷേ അത് അവരുടെ മാത്രം കഥയല്ല. ഒരുപക്ഷേ അത് നമ്മുടേതാണ്. ഒരു മനുഷ്യന്റെ കഥയുണ്ട്. ലൈറ്റുകളില്ലാത്ത ഒരു വീട്ടിൽ താമസിച്ചിരുന്ന. എല്ലാ മൂലകളും അവൻ അറിയാമായിരുന്നു. എല്ലാ നിഴലുകളും, എല്ലാ മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളും. ഒരു ദിവസം ആരോ അവനൊരു വിളക്ക് കൊണ്ടുവന്നു. ആദ്യം അവൻ സന്തോഷവാനായിരുന്നു. പക്ഷേ മുറിയിൽ വെളിച്ചം നിറഞ്ഞപ്പോൾ അയാൾ കണ്ടത് അഴുക്ക്, പൊടി, തകർന്ന വസ്തുക്കൾ. വീട് വൃത്തിയാക്കുന്നതിന് പകരം അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. വെളിച്ചം മോശമായതുകൊണ്ടല്ല, പക്ഷേ സത്യം അസ്വസ്ഥമായതിനാൽ. ഒരുപക്ഷേ അത് അദ്ദേഹത്തിന്റെ മാത്രം കഥയല്ല. ഒരുപക്ഷേ അത് നമ്മുടേതാണ്. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, ആളുകൾ വെളിച്ചത്തേക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചു. എന്നിട്ടും ഈ സുവിശേഷം സ്നേഹത്തോടെയാണ് ആരംഭിക്കുന്നത്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തികഞ്ഞ ഒരു ലോകമല്ല, പക്ഷേ തകർന്ന ഒരു ലോകം, പാപകരമായ ഒരു ലോകം, നമ്മുടേതുപോലുള്ള ഒരു ലോകം, നമ്മുടേതുപോലുള്ള ഒരു ലോകം. നമ്മൾ മെച്ചപ്പെടാൻ ദൈവം കാത്തിരുന്നില്ല. നമ്മളായിരിക്കുന്നതുപോലെ അവൻ നമ്മെ സ്നേഹിച്ചു. തന്നെ നൽകുന്തക്കത് കൊടുത്തു. എന്തെങ്കിലുമല്ല, പക്ഷേ ഒരാളെ. നാം ഒരിക്കലും മറക്കരുതാത്ത ഒരു സത്യമുണ്ട്. ദൈവത്തിന്റെ നീതിയും ദൈവസ്നേഹവും കണ്ടുമുട്ടുന്ന സ്ഥലമാണ് കുരിശ്. ദൈവം അകലെ നിന്നില്ല. അവൻ നമ്മുടെ ഇരുട്ടിലേക്ക് പ്രവേശിച്ചു. അത് കുരിശിലേക്കെടുത്തു. ഇന്നും എതിർപ്പിനെ നേരിടുന്ന ആളുകളുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി മാത്രം, വെളിച്ചത്തിൽ നിൽക്കുന്നതിനു വേണ്ടി. എന്തുകൊണ്ട്? കാരണം വെളിച്ചം ഇരുട്ടിനെ ശല്യപ്പെടുത്തുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, ആരെങ്കിലും, പൂർണ്ണനല്ല, അർഹനാവാത്തവൻ, പക്ഷേ ആരെങ്കിലും, നിങ്ങൾ പോലും. വിശ്വാസമെന്നാൽ അറിയുക മാത്രമല്ല, അത് വിശ്വസിക്കുകയുമാണ്. അത് കീഴടങ്ങുകയാണ്. അത് വെളിച്ചത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. നശിപ്പിക്കപ്പെടാതെ. അവനില്ലാതെ നഷ്ടമുണ്ട്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അവനോടൊപ്പം ജീവനുണ്ട്. പിന്നീടല്ല, ഇപ്പോൾ. അതെ, സഭ അപൂർണമാണ്. നമ്മൾ മുറിവുകൾ കാണുന്നു, പരാജയങ്ങൾ, അപവാദങ്ങൾ. പലരും അകന്നുപോകുന്നു. പക്ഷേ ക്രിസ്തു അപൂർണനല്ല. സഭ വിശുദ്ധമാകുന്നത് അതിലെ അംഗങ്ങൾ പൂർണ്ണരായതുകൊണ്ടല്ല, മറിച്ച് ക്രിസ്തു സന്നിധനായതുകൊണ്ടാണ്. മുറിവുകൾ പോലും വെളിച്ചം പ്രവേശിക്കുന്ന സ്ഥലങ്ങളായി മാറാൻ കഴിയും. കുരിശുപോലെ എല്ലാം തകർന്നതായി കാണപ്പെട്ടിടത്തും, എന്നിട്ടും എല്ലാം വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഇരുട്ട് അതോ വെളിച്ചമോ? ഭയം അതോ വിശ്വാസമോ? മൗനം അതോ സത്യമോ? വെളിച്ചം പ്രകാശിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അതിനെ ഭയപ്പെടരുത്. അതിൽ നിന്നോടിപ്പോകരുത്. അതിലേക്ക് കാലെടുത്തു വയ്ക്കൂ. ജീവിക്കൂ.